സെക്ഷൻ 3-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്പർ 13. കൺസിഡർ എൻ ഇലക്ട്രോൺ ഇൻ n is equal to 3 orbit of hydrogen like atom, atomic number Z, ready. Then at absolute temperature T, a neutron having thermal energy kBT has the same de Broglie wavelength as that of an electron. അപ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് ഇലക്ട്രോണിനും ന്യൂട്രോണിനും ആ ടി ടെമ്പറേച്ചറിൽ സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇഫ് ദിസ് ടെമ്പറേച്ചർ ഈസ് ഗിവൺ ബൈ ടി ഈസ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്രഷൻ. അതിൽ എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, കെ ബി ബോൾസ്മാൻ കോൺസ്റ്റന്റ്, എം എൻ മാസ് ഓഫ് ന്യൂട്രോൺ, എ നോട്ട് ഫസ്റ്റ് ബോർ റേഡിയസ്, നമ്മൾ ബോർ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ, ദെൻ വാല്യൂ ഓഫ് ആൽഫ. ഓക്കെ, ഇവിടെ ഒരു ആൽഫയുണ്ട്, ആ ആൽഫൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. റിലേറ്റീവ്ലി സിംപ്ലർ പ്രോബ്ലം ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. കാരണം ഡി ബ്രോയി വേവ് ലെങ്ത് എന്നാൽ ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2mk. ആ കെ ഇവിടെ കെ ബി ടി തന്നിട്ടുണ്ട് ന്യൂട്രോണിൻ്റെ കേസിൽ, ഇത് ന്യൂട്രോണിൻ്റെ കേസിൽ. അപ്പോൾ ഇത് എം എൻ ആൻഡ് ദിസ് ഈസ് കെ ബി ടി. റെഡി അല്ലേ? ആ മൂവ്മെന്റ് റൂട്ട് ഓഫ് 2mk, ആ കെ ആണ് നമുക്ക് കെ ബി ടി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അതോടുകൂടിയായി, ഫസ്റ്റ് പാർട്ട് ഇക്വേഷൻ നമ്പർ 1. ഇനി അതുപോലെ നമുക്ക് ആരെ കാണണം? ഇലക്ട്രോണിന്റെ ഡി ബ്രോയി വേവ് ലെങ്ത് കാണണം. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസിൽ നമുക്കറിയാം 2πr ഈക്വൽ ടു എൻ ലാംഡ ആണല്ലോ, എൻ ലാംഡ. ദെർഫോർ ലാംഡ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ആറിനെ നമുക്ക് എന്ത് എഴുതാം? ആറിന് നമുക്ക് ബോർ റേഡിയസ് ഇൻറ്റു എൻ സ്ക്വയർ ബൈ സെഡ്. പക്ഷെ ബോർ റേഡിയസ് ഇവിടെ ക്വസ്റ്റനിൽ A0 തന്നിട്ടുണ്ട്. അപ്പോൾ A0 ഇൻറ്റു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, യു വിൽ ഗെറ്റ് ഒരു എൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2πn A0 ഡിവൈഡഡ് ബൈ സെഡ്, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇക്വേഷൻ 1 and 2 അതായത് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ലാംഡ എൻ ഈക്വൽ ടു ലാംഡ ഇ എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ റൂട്ട് ഉണ്ട്, അപ്പോൾ ടി കിട്ടണമെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഞാൻ സ്ക്വയർ ചെയ്തിട്ട് എഴുതാൻ പോവാണ്. എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2mn കെ ബി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4π സ്ക്വയർ എൻ സ്ക്വയർ എ നോട്ട് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ, ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ. അപ്പോൾ ടീനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു, ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ടീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എൻ സ്ക്വയർ, സോറി എൻ അല്ല എച്ച് ആണ്, എൻ സ്ക്വയർ സെഡ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2, ഇവിടെ ആരൊക്കെ ഉള്ളത്? 2mn കെ ബി ടി, 2mn കെ ബി, ടി അവിടെ പോയി. ദെൻ ഇൻറ്റു 4π സ്ക്വയർ എൻ സ്ക്വയർ എ നോട്ട് സ്ക്വയർ. ഓക്കെ, അതിൽ ആൽഫ അല്ലാത്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ അതിലാരൊക്കെ ഉള്ളത്? സെഡ് സ്ക്വയർ ഉണ്ട്, എച്ച് സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെഡ് സ്ക്വയർ എച്ച് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇനി അവിടെ ഉള്ളത് പൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അവിടെ ഉള്ളത് ആരൊക്കെയാണ്? പൈ സ്ക്വയർ. അപ്പോൾ പൈ സ്ക്വയർ ഉണ്ട്. ദെൻ എ നോട്ട് സ്ക്വയർ, എം എൻ ഇവിടെ ഉണ്ട്, എം എൻ കെ ബി. ഓക്കെ, അപ്പോൾ അതല്ലാത്തത് ആരൊക്കെയാണ്? യെസ്, അത് നമുക്ക് മാറ്റി വെക്കാം. ദെർഫോർ എം എൻ കെ ബി പൈ സ്ക്വയർ എൻ സ്ക്വയർ ഇല്ല, എ നോട്ട് സ്ക്വയർ ഇൻറ്റു 1/8 എൻ സ്ക്വയർ എന്നുണ്ട്. ഈ 8 എൻ സ്ക്വയർ ആണ് നമ്മുടെ ആൽഫ, ശരിയാണല്ലോ? ദിസ് 8 എൻ സ്ക്വയർ ഈസ് ദ ആൽഫ. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 8 എൻ സ്ക്വയർ അല്ല, ആ ഡിനോമിനേറ്റർ മാത്രം കേട്ടോ, കാരണം ഓൾറെഡി ആൽഫ ഉള്ളത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഞാൻ ആ മാർക്ക് ചെയ്തതിൽ അപ്പോൾ ചെറിയ പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ആൽഫ ഉള്ളൂ, ഇതാണ് ആൽഫ. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 8 എൻ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 8 ഇൻറ്റു n 3 എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സ്ക്വയർ
equal to 72 is the right answer. 72 is correct.